യെസ്, സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, രണ്ട് സ്ഥാനാർത്ഥികൾ, അത് എം സ്വരാജും ആര്യാടൻ ഷൗക്കത്തുമാണ് തമ്മിൽ പരസ്പരം കണ്ടത്. എവിടെ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച? എന്ത് സംഭവിച്ചു അതിനുശേഷം? ജിൽസി, ആര്യാടൻ ഷൗക്കത്തും കുടുംബവും വോട്ട് ചെയ്യാനായി ഞാൻ നിൽക്കുന്ന ഈ വീട്ടിക്കുന്ന് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലേക്ക് എത്തി. ആ സമയത്ത് തന്നെയാണ് ഈ ബൂത്ത് സന്ദർശനത്തിനായി LDF സ്ഥാനാർത്ഥി എം സ്വരാജ് വന്നത്. സ്വരാജ് ഇവിടെ 4 ബൂത്തുകളാണുള്ളത്. ഓരോ ബൂത്തുകളും സന്ദർശിച്ച ശേഷം അദ്ദേഹം ഈ പുറത്തിറങ്ങി. അപ്പോഴാണ് ഈ ഇരുവരും പരസ്പരം കാണുന്നത്. പരസ്പരം ഹസ്തദാനം നടത്തി എന്തെല്ലാമാണ് വിവരങ്ങൾ അന്വേഷിച്ചു, എവിടെയെല്ലാം പോയി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു. പിന്നീട് രണ്ടുപേരും യാത്ര പറഞ്ഞ് മടങ്ങുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 2 സ്ഥാനാർത്ഥികളാണ്, LDFിൻ്റെയും UDFിൻ്റെയും പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളാണ്. അവർ വലിയ തോതിൽ ഈ പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ നടത്തിയ വ്യക്തികളാണ്. പിന്നീട് എന്തായാലും അവർ ഈ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ ഇരുവരും ഒരുമിച്ച് കണ്ടുമുട്ടുന്നു, സൗഹൃദം പങ്കിടുന്നു. നേരത്തെ തന്നെ സ്വരാജ് പറഞ്ഞിരുന്നു, 2 പാർട്ടിയിലായിട്ടും ഒറ്റ ആവശ്യത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ ആയിരുന്ന സമയത്ത് SFI നേതാവും KSU നേതാവും ആയിരുന്ന സമയത്ത് ഒരുമിച്ച് സമരം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഒരു നാട്ടുകാരാണ്, ആ ബന്ധമുണ്ട്. എന്തായാലും അത് ഒരു കൗതുക കാഴ്ച കൂടി, കണ്ടു നിൽക്കുന്നവർക്കും ഒരു കൗതുക കാഴ്ചയെ അവർ പോയി. എന്തായാലും പോളിംഗ് ശതമാനം ഇപ്പോൾ ഒരു ഭേദപ്പെട്ട പോളിംഗ് എന്ന നിലയ്ക്ക് തന്നെയാണ് പോകുന്നത്. ഈ മഴ ഉണ്ട്, ഈ അതിശക്തമായ മഴയല്ല, പക്ഷേ ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മഴ ഒന്നും ആളുകൾ കാര്യമാക്കുന്നില്ല എന്ന് വേണം ഈ ആദ്യഘട്ടത്തിലുള്ള പോളിംഗ് മനസ്സിലാക്കുമ്പോൾ. 2.25 മണിക്കൂർ പിന്നിടുമ്പോൾ ഏതാണ്ട് 10% എത്തുകയാണ്. 9% അടുത്തായിരിക്കുന്നു. അത് അതിരാവിലെ തന്നെ ഈ ജോലിക്ക് പോകേണ്ട ആളുകൾ, ഈ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമാണ് ഈ അവധി ഉള്ളത്. അതുകൊണ്ട് പരമാവധി ആളുകൾ, വിദ്യാർത്ഥികളെല്ലാം വോട്ട് ചെയ്ത് കോളേജുകളിലേക്കും അതുപോലെ തന്നെ ഈ ജോലിക്കും മറ്റും പോയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടമ്മമാർ അടക്കമുള്ള ആളുകൾ വന്ന് കാത്തു നിൽക്കുകയാണ്.